ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയ ബാച്ചിനെ പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ അതിന്റെ ഷോർട്സും മറ്റു കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പുതിയൊരു ബാച്ച് നമുക്കറിയാം, ഇപ്പോൾ CSCBയുടെ എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. അധിക സമയം ലേറ്റ് ഒന്നും ആക്കാതെ ഉടൻ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്ത CSCB പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന രീതിയിലെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതായത് കഴിഞ്ഞ ഒരു CSCBയുടെ എക്സാം, കഴിഞ്ഞ CSCBയുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മളൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ഒരുപാട് വർഷം വന്ന ക്വസ്റ്റ്യനുമായിട്ടും ഈ ക്വസ്റ്റ്യൻ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അതായത് സബ്ജക്ട് പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലീഷോ GK മാത്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് വരുത്തിക്കൊണ്ട് കുറച്ചും കൂടി ടഫ് ആയിക്കൊണ്ടാണ് ഇത്തരത്തില് പേപ്പറുകളൊക്കെ വരുന്നത്. കൂടാതെ സബ്ജക്ട് പേപ്പറിൽ എന്തുണ്ട്, പുതിയ പുതിയ ടെക്നിക്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ ജീവിക്കുന്നത് ന്യൂ ജനറേഷനിലാണ്. ഇപ്പൊ ന്യൂ ജനറേഷൻ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ റീസെന്റ് ട്രെൻഡ്സ് നമ്മൾ നോക്കണം. ഏതില്? ബാങ്കിങ്ങിനുള്ളത് അല്ലെ? UPI ട്രാൻസാക്ഷൻ, നെഫ്റ്റ്, RTGS, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് പുതിയ റീസെന്റ് ട്രെൻഡ്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് സബ്ജക്ട് പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത്തരത്തില് മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമ്മളിനി വെറുതെ പഠിച്ച് എക്സാം എഴുതുക എന്നത് നിങ്ങൾക്ക് ഒരിക്കലും, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രായോഗികമായിട്ടുള്ള കാര്യമായിരിക്കില്ല. അതിന്റെ കാലം കഴിഞ്ഞു. ഇനി നമ്മൾ എക്സാമിന് എഴുതണമെങ്കിൽ മിനിമം ഒരു 6 മാസത്തിന് മുന്നെയെങ്കിലും നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ, അല്ലെ കട്ട് ഓഫിലേക്കെങ്കിലും മിനിമം എത്താൻ സാധിക്കുള്ളൂ. നമുക്ക് കട്ട് ഓഫ് നമ്മളെ മുന്നിലില്ല, നമുക്ക് റാങ്ക് ആണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പൊ റാങ്കിന് വേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തില് പഠിക്കാൻ വേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്, ബിഗിനേഴ്സ് ബാച്ച്. എന്തിനായിരിക്കും ഇവിടെ ബിഗിനേഴ്സ് ബാച്ച്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓരോ സബ്ജക്റ്റിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നിലെത്താൻ സാധിക്കുക. കാരണം നമുക്കറിയാം, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന എക്സാമാണ് CSCBയുടെ എക്സാം സഹകരണ മേഖലയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒഴിവുകൾക്കനുസൃതമായിട്ട് ഒരുപാട് പേരാണ് ഈ എക്സാം എഴുതുന്നത്. ഇപ്പൊ ഒരുപാട് പേര് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും അതിന്റെ കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പൊ എക്സാം അല്ലെങ്കിൽ എക്സാമിന്റെ ക്വസ്റ്റ്യനും കൂടി ഇത്തരത്തിൽ കടുപ്പമാക്കുമ്പോൾ നമുക്കറിയാം നല്ല ടൈറ്റ് ആയിട്ട് വരികയാണ് നമ്മളെ മേഖല. അപ്പൊ ഈ ഒരു മേഖലയിൽ ഇനി വെറുതെ പോയിട്ട് എക്സാം എഴുതി വരിക എന്ന കാര്യം നിങ്ങൾ മറന്നേക്കൂ. കൃത്യമായിട്ട് ബേസ് മുതൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തില് എല്ലാ സബ്ജക്റ്റുകളും ബേസിക്കലി അവിടെ എന്ത് വരുന്നുണ്ട്, അവിടെ GK, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, അതേപോലെ മാത്സ്, കൂടാതെ സബ്ജക്ട് പേപ്പർ. ഈ പേപ്പറൊക്കെ ഈച്ച് ആൻഡ് എവരി സബ്ജക്ട് നമുക്ക് ആദ്യം മുതൽ പഠിച്ചുകൊണ്ട് ബേസ് മുതൽ അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ, കൃത്യമായ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് റാങ്ക് നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. CSCBയുടെ പുതിയ ബാച്ചാണ് ബിഗിനേഴ്സ് ബാച്ച്. എന്തൊക്കെയാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. അതായത് സിലബസ് ബേസ്ഡ് ആയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ഓഫ് ഓൾ സബ്ജക്ട്, എല്ലാ സബ്ജക്റ്റിനും ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, കാരണം നമ്മളൊക്കെ ഒരുപാട് തിരക്കുള്ള മനുഷ്യന്മാരാണല്ലേ. അപ്പോൾ അഥവാ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ആ ലൈവ് സെഷന്റെ റെക്കോർഡ് നിങ്ങൾക്ക് അവിടെ ആപ്പിൽ ലഭിക്കുന്നതാണ്. കൂടാതെ മോഡൽ എക്സാം, ഈ നമ്മൾ പഠിക്കുന്നതിന് അനുബന്ധമായിട്ട് തന്നെ എക്സാം എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരുപാട് നമ്മളിങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, അത് നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ആ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് മോഡൽ എക്സാമുകൾ എഴുതുക എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെയും മോഡൽ എക്സാമുകൾ അവിടെ എന്താണ് അവൈലബിൾ ആണ്. പിന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, അതേപോലെ ക്വറി ഹാൻഡ്ലിംഗ്, സ്റ്റഡി മെറ്റീരിയൽ. ഈ സ്റ്റഡി മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിക്കൊണ്ടാണ് ഞങ്ങളുടെ പുതിയ ബാച്ചായ ബിഗിനേഴ്സ് ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ റാങ്ക് ലിസ്റ്റ് സ്വപ്നം കാണുന്നവർക്കും, അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങണം എന്ന് വിചാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിങ്ങളൊക്കെ മുന്നോട്ട് പോര്, CCയിലോട്ട് പോര്. നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബിഗിനേഴ്സ് ബാച്ച്. അപ്പൊ ഈ ബാച്ചിനെ പറ്റി അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി താഴെ കാണിക്കുന്ന ഒരു ഫോമിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ബാച്ചിനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ, മുകളിൽ കാണിച്ച ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
അപ്പൊ ഇത്തവണ CSV പരീക്ഷയ്ക്ക് നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് ഒരുമിച്ച് എത്താം. താങ്ക് യു.